ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ 42-ൽ നിന്നും 100-ലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ 100 കടക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ചിത്രം നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആകെ 14 മണ്ഡലങ്ങളിൽ ആകെ UDF-ന് ആകെ കിട്ടിയത് 1, കൊല്ലത്ത് ആകെ 11-ൽ UDF-ന് കിട്ടിയത് 2, പത്തനംതിട്ടയിൽ ആകെ 5-ൽ UDF-ന് 1 പോലുമില്ല, ആലപ്പുഴയിൽ ആകെ 9-ൽ UDF-ന് 1, കോട്ടയത്ത് 9-ൽ 4 മാത്രം UDF-ന്, ഇടുക്കിയിൽ 5-ൽ 1 മാത്രം UDF-ന്, എറണാകുളത്ത് 14-ൽ UDF-ന് 9 കിട്ടി എന്നുള്ളൊരു നേട്ടമാണ്. തൃശ്ശൂരിൽ 13-ൽ UDF 1, പാലക്കാട് 12-ൽ UDF 2, മലപ്പുറത്ത് UDF 13 എന്നുള്ളത് ആശ്വാസകരമായ കാര്യമായിരുന്നു. കോഴിക്കോട് വരുമ്പോൾ LDF 11-ഉം UDF 2-മാണ്, വയനാട് 3, കണ്ണൂർ ആകെ 11-ൽ UDF 2, കാസർഗോഡും ചിത്രം UDF 2 എന്നുള്ളതാണ്. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നും 100 ആക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ എന്തായിരിക്കാം ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഭരണവിരുദ്ധ വികാരം തുണയ്ക്കും എന്നുള്ളതാണോ, അതിലപ്പുറം ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ വിജയിക്കും എന്നുള്ളതായിരിക്കുമോ? കാരണം 2021-ലും ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ വലിയ കാര്യമായ പണിയൊന്നും എടുക്കാതെയാണ് അന്ന് നിന്നത്. പക്ഷേ നേരെ തിരിച്ചടിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയാണോ? ഈ കണക്കുകൾ നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്ന കണക്കാണ്. അതായത് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് വെച്ചിട്ട് 41-ൽ നിന്ന് 100-ലേക്ക് എത്തുന്ന ആ ഒരു കണക്ക് ഒപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധിക്ക് വഴങ്ങുന്നതുമല്ല അത്. പക്ഷേ നേരത്തെ 3 പേരും പറഞ്ഞു പോയ പല കാര്യങ്ങളെ ഒന്ന് സമ്മപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ പറഞ്ഞ നമ്മുടെ മുമ്പിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ, അത് തൃക്കാക്കര മുതൽ നിലമ്പൂർ വരെ ഉള്ളതിൽ ചേലക്കര ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മിന്നുന്ന ജയം കിട്ടി. അതിനിടയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോഴൊക്കെ മുമ്പിലും അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമോ എല്ലായ്പ്പോഴും നിൽക്കാൻ UDF-ന് കഴിഞ്ഞു. അതിന് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീര വിജയം കിട്ടി. 20-ൽ 18-ഉം UDF-ന് കിട്ടി. ഒരെണ്ണത്തിൽ മാത്രമാണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞു. ഒരിടത്ത് BJP ജയിക്കാൻ കഴിഞ്ഞു. അത് തൃശ്ശൂരിലെ ജയത്തെ ഒരു BJP ജയത്തെക്കാളേറെ ഞാൻ കാണുന്നത് സുരേഷ് ഗോപിയുടെ പ്രാഭവത്തിന് കിട്ടിയ ഒരു വോട്ടെന്നുള്ള നിലയ്ക്ക് ആ വിജയത്തെ അങ്ങനെ കാണാനാണ്, യാഥാർത്ഥ്യബോധത്തോടെ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ആ ഒരു വിലയിരുത്തൽ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം, ആ വിജയത്തിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ വിജയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ പറയേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അത് രണ്ടാണ്. കേന്ദ്രം ആര് ഭരിക്കണം എന്നതിൻ്റെ പേരിൽ, അതായത് കേന്ദ്രത്തിൽ ഇടതുമുന്നണിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ലാത്തത് കൊണ്ട്, അഥവാ അവിടെ കേരളത്തിൽ കുറച്ച് സീറ്റുകളിൽ ജയിച്ചാൽ പോലും അവർക്ക് അവിടെ കാര്യമായ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അവിടെ ഈ പറഞ്ഞ പോലെ നേരിട്ട് തന്നെ കേന്ദ്രത്തിൽ റോള് വഹിക്കാൻ കഴിയുന്ന, ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന കോൺഗ്രസ്സിന് തുണയ്ക്കാൻ കേരളത്തിലെ വോട്ടർമാർ എപ്പോഴും അങ്ങനെ ഒരു താല്പര്യം കാണിക്കാറുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഇടതുമുന്നണിക്കോ ഇടതുമുന്നണി ഭരണത്തിനോ എതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിട്ടല്ല, മറിച്ച് കേന്ദ്രം ആര് ഭരിക്കണമെന്ന വോട്ടർമാരുടെ മനോഗതമാണ് അതിലൂടെ പ്രതിഫലിക്കുക എന്ന് പറഞ്ഞു. അത് ഇനി ആ നിലയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ അതങ്ങ് വിട്ടുകൊടുത്താൽ പോലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ അങ്ങനെ നമുക്കങ്ങ് വിട്ടുകൊടുക്കാം. പക്ഷേ അതിനുശേഷം ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ നമുക്ക് ഏത് അളവുകോല് കൊണ്ടാണ്, ഏത് യാർഡ് സ്റ്റിക്കാണ് ഉപയോഗിക്കാൻ കഴിയുക? എല്ലാ കാലത്തും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് എല്ലായ്പ്പോഴും മേൽക്കോയ്മയുണ്ട്. 2010 ഒരു സ്പെഷ്യൽ കേസായിട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ഓർമ്മയിലുള്ളിടത്തോളം കാലത്ത് എന്നും LDF-ന് വലിയ മുൻതൂക്കം കിട്ടാറുണ്ട്. എന്താ കാരണം? 2-3 കാരണങ്ങളാണ്. ഒന്ന്, അവരുടെ സംഘടനാപരമായ ഒരു ചട്ടക്കൂടിൻ്റെ അല്ലെങ്കിൽ ആ മെഷീനറിയുടെ ഒരു ബലം. അതായത് വളരെ സുസംഘടിതമായ ഒരു സംഘടനാ ശക്തി അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനം ഇടതുമുന്നണിക്കുണ്ട്. മാത്രമല്ല പ്രാദേശികമായിട്ട് അവർ കുറച്ചുകൂടി ഭരണ മികവോ അല്ലെങ്കിൽ കുറേ കൂടി ഒരു കേഡർ സ്വഭാവം കാണിക്കുന്നു. അവരൊറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു, വലിയ അപശബ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ വേറൊരു ഘടകം കൂടിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് അവർക്ക് ഇപ്പോൾ 10 വർഷം അധികാരത്തിൽ നിന്ന് അകന്നു നിന്ന, ഒരിടത്തും ഭരണമില്ലാത്ത കോൺഗ്രസിനും UDF-നും ഈ സംഘടനാപരമായിട്ട് അവർക്ക് ഒരുപാട് ശൈഥില്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഈ
ഈ പറഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു വിജയം, ഇത്രയും മിന്നുന്നൊരു വിജയം, ആ മിന്നുന്നു എന്ന് പറയുന്ന വാക്ക് ഞാൻ ഊന്നി പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നോക്കുക, ഇടതു മുന്നണിക്ക് വലിയ താക്കീതുകളുണ്ട് അതിനകത്ത്. നേരത്തെ സ്മൃതി പറഞ്ഞ കണക്കെടുത്ത് നോക്കുക. പത്തനംതിട്ട ഒറ്റ സീറ്റുമില്ല, കൊല്ലത്ത് 2, തിരുവനന്തപുരത്ത് 1, കോട്ടയത്ത് 4, എറണാകുളത്ത് 7 അല്ലെങ്കിൽ 9, ഇങ്ങനെയുള്ള കണക്കുകൾ എടുത്തു നോക്കുക. ആ പറഞ്ഞ മധ്യ കേരളത്തിലെ 5 സ്ഥലങ്ങളിലും ഒരു സീറ്റ് പോലും ഇല്ലാത്ത പത്തനംതിട്ടയിലും, ഒരു സീറ്റ് മാത്രമുള്ള ഇടുക്കിയിലും, 4 സീറ്റ് മാത്രമുള്ള കോട്ടയത്തും, 9 സീറ്റുള്ള എറണാകുളത്തും ഒക്കെ ഇടതുമുന്നണി വാഷ് ഔട്ടായി പോയി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇത്രയും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടല്ലോ അന്നത്തെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ അഭൂതപൂർവ്വം അല്ലെങ്കിൽ അത്യുജ്വല വിജയം കൊയ്ത അതേ സോഷ്യൽ എഞ്ചിനീയർ, അതേ കക്ഷി നിലയും കക്ഷി ബന്ധങ്ങളും മുന്നണി സമവാക്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടും ഇക്കുറി ആ രീതിയിൽ നേരെ റിവേഴ്സിൽ അതിഭയങ്കരമായി തിരിച്ചടി ഉണ്ടായെങ്കിൽ അവിടെ ഈ പറയുന്ന ലാലിൻ്റെ വിശകലനത്തിലോ ഡോക്ടർ ലാൽകുമാറിൻ്റെ വിശകലനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലളിതമായ യുക്തിയിൽ ഒതുങ്ങുന്നതല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോട്ടർമാർ മാറി ചിന്തിക്കുന്നു. അവിടുത്തെ പ്രബലമായ ന്യൂനപക്ഷം പൂർണ്ണമായിട്ടും ഇടതുമുന്നണിയെയും BJPയെയും കൈയൊഴിഞ്ഞ് UDFനെ ചേർത്ത് പിടിക്കുന്നു എന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുതന്നെയാണ് മലബാർ മേഖലയിലേക്ക് പോകുമ്പോൾ മലപ്പുറത്തുണ്ടായ 16-ൽ 16 സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന രീതിയിൽ ജില്ലാ പഞ്ചായത്തിലെ ഒരു പ്രതിപക്ഷ അംഗം പോലും ഇല്ലാത്ത അവസ്ഥയിൽ മലപ്പുറം എന്താ പറയുന്നത്, സ്വീപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം കോഴിക്കോട് കണ്ടു. ഏതാണ്ട് ഒരിക്കലും അങ്ങനെ പല ഘടകങ്ങൾ, കൊല്ലം, ഇതിലൊന്നും പെടാത്ത ഒരു സ്ഥലമാണല്ലോ. ചില സ്ഥലങ്ങളാണെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കൊല്ലം, കോഴിക്കോട് അവിടെയും പക്ഷേ കോഴിക്കോടും കൊല്ലം ഒക്കെയോ? കോഴിക്കോട് അത് പ്രധാനം തന്നെയാണ്. അതാണ് ഞാൻ വലിയ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു വികാരം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട്. 2, ഇമ്മീഡിയറ്റ് കോസായിട്ട് വേണമെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയെക്കുറിച്ച് ഭരണവിരുദ്ധ വികാര വോട്ട്, ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എതിർവികാരം, അത് BJPയിലേക്ക് കൂടി പോകാനുള്ള സാധ്യത അങ്ങ് എത്രത്തോളം കാണുന്നുണ്ട്? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും BJP അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുകയായിരുന്നു എങ്കിൽ ഇത്തവണ അത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെയധികം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരിപ്പോൾ ഇതാ 34 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം BJP പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? സ്മൃതി, അതിൽ കാണേണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെ മുൻനിരയിൽ NSSും BJP സംഘടനകളുമായിരുന്നു, സംഘപരിവാർ സംഘടനകളുമായിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കിട്ടിയത് UDFനാണ്. അത് BJPക്ക് തന്നെ ഒരു അവിശ്വസനീയമായ കാര്യമായിരുന്നു. പണിയെടുത്തത് ഞങ്ങൾ, തല്ലുകൊണ്ടത് ഞങ്ങൾ, കേസ് മുഴുവൻ ഞങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ, ഞങ്ങളാണ് കൂടുതൽ കഷ്ടപ്പെട്ടതും ത്യാഗം സഹിച്ചതുമൊക്കെ, കേസ് മുഴുവൻ ഞങ്ങളുടെ പേരിൽ. പക്ഷേ വോട്ട് കിട്ടിയത് UDFന്. എന്തുകൊണ്ടാണത്? വോട്ടർമാർ ചിന്തിക്കുന്നത് ഈ വിഷയത്തിൽ BJPക്ക് വോട്ട് ചെയ്താൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നേരെ മറിച്ച് ഈ പറഞ്ഞ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ CPMന് ഇടതുമുന്നണിയെ ഈ വിഷയത്തിൽ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായി ആ ശിക്ഷ യഥാർത്ഥത്തിൽ അത് വിസിബിൾ ആവണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്തേ പറ്റൂ? കൂടുതൽ ശക്തിയുള്ള UDFന് വോട്ട് ചെയ്തേ പറ്റൂ. ഇത് തന്നെ ഒരു വലിയ അളവിൽ ഇക്കുറി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചു. അതായത് BJPക്ക് പല സ്ഥലത്തും, ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് നല്ല ശക്തി ഉണ്ടെന്ന് കണ്ടു. തിരുവനന്തപുരത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് വെച്ചിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് കിട്ടി. മറ്റ് പല സ്ഥലത്തും അവർക്ക് CPMനെ തോൽപ്പിക്കാനുള്ള ശേഷിയില്ല. ആ തോൽപ്പിക്കാനുള്ള ശേഷി UDFനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വോട്ടർമാർ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത് ആരെയായിരിക്കും? UDFനെ ആയിരിക്കും. ഇത് സിമ്പിൾ ലോജിക്കാണ്. അതായത് ഇത്തരം അല്ലാതെ അത്രമാത്രം താത്വികമായി നിന്നുകൊണ്ട് ഇതാരാണ് ഇതിൻ്റെ അമരത്ത് നിന്നിരുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ ത്യാഗത്തിൻ്റെ അത്രയൊന്നും ചിന്തിക്കുന്നില്ല. ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിന് ഏറ്റവും എളുപ്പ വഴി എന്താണ് എന്നാണ് വോട്ടർമാർ ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ അത് UDF ആണ് കേരളത്തിൽ LDFനെതിരെ കുറെ കൂടി ശക്തമായി നിൽക്കാനും ഒരു ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനും UDF ആണ് ബെസ്റ്റ് ചോയ്സ് എന്ന് വന്നാൽ UDFനാണ് വോട്ട് കിട്ടുക.
ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം ബി ജെ പിയേക്കാൾ കിട്ടാൻ പോകുന്നത് UDF തന്നെയാണ്, ഒരു സംശയവുമില്ല. മാത്രമല്ല ഇപ്പോഴും തിരുത്താൻ തയ്യാറല്ല, പല കാര്യങ്ങളിലും LDF ഇപ്പോഴും ആ പഴയ ട്രാക്കിൽ തന്നെ സഞ്ചരിക്കുകയാണ്. മാത്രമല്ല സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിഷ്പക്ഷ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം LDF ഈ നയങ്ങളിലും നിലപാടുകളിലും വരുന്ന അടിക്കടി ഉണ്ടാകുന്ന ചാഞ്ചല്യത്തെയും വളരെ സംശയദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ചു, ഞങ്ങളാണ് ചാമ്പ്യൻസ് ന്യൂനപക്ഷ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി, അതിന് തൊട്ടു പിന്നാലെ കളം മാറ്റി, നിലപാട് മാറ്റി, അവരുടെ ലൈൻ മാറ്റി നേരെ റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അതിൻ്റെ ഫലം എന്താ സംഭവിച്ചത്? ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഏത് രീതിയിൽ ഒരു കാലത്ത് വലിയ തോതിൽ CPM എന്താ പറയുക സപ്പോർട്ട് ചെയ്തിരുന്നൊരു വലിയ വിഭാഗം മലബാറിലുണ്ടായിരുന്നു. പൊന്നാനിയും പെരിന്തൽമണ്ണയും അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ പോയതിൻ്റെ കാരണം എന്താ? അവിടെയെല്ലാം ഒരു കാലത്ത് അവരെ തുണച്ചിരുന്ന മുസ്ലിം വിഭാഗങ്ങൾ പോലും സംശയദൃഷ്ടിയോടെ കാണുന്നു. ഇതൊക്കെ ചുവരെഴുത്തുകളാണ്. LDF ഇത് മനസ്സിലാക്കാതെ പോയാൽ പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. വെള്ളാപ്പള്ളി വിഷയം ഒരു വലിയ ഘടകമാണ്. LDF തന്നെ ചാഞ്ചല്യങ്ങളും നിലപാടുകളിലെ മലക്കം മറിച്ചിലുകളും യൂട്ടേൺ അടിയും എല്ലാം അവരെ സംശയദൃഷ്ടിയോടെ കാണാൻ എല്ലാ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന വസ്തുതയുണ്ട്. ഇതൊന്നും അറിയാതെ ഞങ്ങൾ 2019 തിരിച്ചടിക്ക് ശേഷം ഞങ്ങൾ നിയമസഭാ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ അതിഗംഭീരമായി തിരിച്ചു വന്നില്ലേ, 100 സീറ്റിൽ ജയിച്ചില്ലേ എന്ന ചോദ്യമൊക്കെ ശരിയാണ്. ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല, അന്നത്തെ രാഷ്ട്രീയ ഘടനയല്ല ചേർന്ന് നിന്നിരുന്നവർ പലരും അവരെ ഇപ്പോൾ അതേ വിശ്വാസത്തോടെ പുണരുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്ന യാഥാർത്ഥ്യം CPM മനസ്സിലാക്കണം, ഇടതുമുന്നണി മനസ്സിലാക്കണം എന്നതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരി. Debate with Smriti Parithikar.